ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 125 വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണിച്ച ഒന്ന് രണ്ട് കംപ്ലയിൻസുകളുണ്ട്. നമ്മൾ ഇഗ്നീഷൻ സ്വിച്ച്, താക്കോൽ സ്വിച്ച് ഇടയ്ക്ക് ലൂസ് കോൺടാക്റ്റ്, ഫുൾ എല്ലാ കോൺടാക്റ്റും കട്ടായി പോകുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ മിറർ ലൂസായി കിടക്കുന്നുണ്ടായിരുന്നു, ആക്സിലേറ്ററിനും ടൈറ്റ് കാണിക്കുന്നുണ്ട്. അത്രയാണ് നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ് കേട്ടോ. പിന്നെ ബാക്ക് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഒരു ചെറിയ സൗണ്ടൊക്കെ ബാക്ക് ചെയ്യുന്നത്, അത് പൊടി കയറിയതിൻ്റെ ഒരു സൗണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. ബ്രേക്ക് ലൈൻഡറൊക്കെ നമുക്ക് ഇതുമ്പോൾ യൂസ് ചെയ്താണ് കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനായാലും നല്ല കട്ടയുള്ള മോഡലാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതേപോലെ ഹബിനായാലും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഇല്ല. അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ ബ്രേക്ക് ക്യാം ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വരുന്നുണ്ട്. ജനറൽ സർവീസ് ഉള്ളതുകൊണ്ട് തന്നെ എയർ ഫിൽറ്റർ, ക്ലച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് പോകണം. എയർ ഫിൽറ്റർ നോക്കുമ്പോഴും കമ്പനി ഫിൽറ്ററോ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കുന്നത്, ഡാമേജോ കാര്യങ്ങളൊന്നും ആയിട്ടൊന്നുമില്ല. തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിലത്തെ ഓയിൽ സീൽ ലീക്കേജ് സ്റ്റാർട്ടിംഗ് ആണ്, ആരംഭമാണ്. കൈയോടെ നമുക്ക് അതിൻ്റെ ഓയിൽ സീൽ മാറ്റിയിടാം. ക്ലച്ച് ഷാഫ്റ്റ് ഒന്നും വേറെ പ്രോബ്ലം ഇല്ല. പിന്നെ അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി, ബെൽറ്റും ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് എടുക്കണേ. പുതിയ ബെൽറ്റാണ്, വലിയ പഴക്കമായിട്ടില്ല. അതേപോലെ ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു, വർക്കിംഗ് ഓക്കെയാണ്. പിനിയൻ സ്റ്റാർട്ടർ എന്ന് പറയും ബെൻഡെക്സ്. പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവർ, റോളർ അടക്കം തന്നെ യൂണിറ്റ് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ. ക്ലച്ച് ഷൂ ആയാലും ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗമായാലും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ക്ലച്ചിനകത്ത് നമുക്ക് മെയിനായിട്ട് വന്ന ക്ലച്ച് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തെടുക്കുക. ഈ വരുന്ന ഓയിൽസീലൊന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം. കിക്കർ വീലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടാക്കാം. വേറെ പറയത്ത കംപ്ലയിൻറ്റ് ക്ലച്ചിൻ്റെ ഭാഗത്തില്ല. പിന്നെ നമുക്ക് ഇടയ്ക്ക് വരുമ്പോഴത്തേക്കും ആക്സിലേറ്ററുമായി ബന്ധപ്പെട്ട് ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് കാണിച്ചു തുടങ്ങിയേക്കണത്, ആരംഭമാണ്. അതേപോലെ തന്നെ അതിവിടെ ഔട്ടറൊക്കെ ചെറിയൊരു പൊട്ടൽ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. മാറ്റിയിടുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി സേഫ്. പിന്നെ അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിൾ നല്ല ടൈറ്റ് ഉണ്ട്. ചോക്ക് കേബിളിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ദിവസം എന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ചോക്ക് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചോക്ക് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വണ്ടിക്ക് കംപ്ലയിൻ്റ് അല്ല, വണ്ടിക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന പരിപാടിയാണ്. കാരണം എന്ന് വെച്ചാൽ ചോക്ക് ഉപയോഗിക്കുമ്പോൾ ഒരല്പം പെട്രോൾ കൂടുതൽ എഞ്ചിൻ ഹെഡിലേക്ക് ചെല്ലുകയും പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടാവുകയും പെട്ടെന്ന് വാമായി കിട്ടും. അതായത് പെട്ടെന്ന് എഞ്ചിൻ ഹീറ്റിങ് പെട്ടെന്ന് നോർമലിലേക്ക് വരും. അതിനുശേഷം അപ്പോൾ തന്നെ ചോക്ക് ഓഫ് ചെയ്യുക, വണ്ടി റൺ ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ചോക്ക് കേബിൾ മാറ്റി പുതിയ കേബിൾ ഇട്ടാലും ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വേസ്റ്റാണ്, അത് കുറേ കഴിയുമ്പോൾ വീണ്ടും സ്റ്റക്കായി പോകും. അപ്പോൾ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള റീസൺ. പിന്നെ ഹെഡിൻ്റെ ഭാഗത്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല, ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ തന്നെ ഫുള്ള് ചെളിയാണ്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ തന്നെ ഓപ്പൺ ചെയ്ത് വാഷ് ചെയ്യുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് വാഷ് ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം തുരുമ്പുണ്ട്. അതേപോലെ തന്നെ ചേസിൻ്റെ ഉള്ളിൽ ഈ ഭാഗത്തൊക്കെ തുരുമ്പിൻ്റെ അംശം ഉണ്ടെന്ന് കഴിയാലാണ് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. കളർ വ്യത്യാസമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ആ പെയിൻറ്റ് ടച്ചിങ് ഒക്കെ ആവശ്യമായിട്ടുള്ളത് അതും കൂടി കൂട്ടത്തിൽ കൂടെ ചെയ്തു തരാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഫോർക്ക് ലീക്ക് ആയേക്കാണ് ഈ കാണുന്നത് കേട്ടോ. ഫോർക്ക് ലീക്കായിട്ട് ഓയിൽ താഴേക്ക് ഒഴുകി തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് ഞാൻ മനസ്സിലാവും, ഇവിടെയൊക്കെ ശരിക്കും പൊടി പിടിച്ചൊരവസ്ഥയിലാണ്. അത് അഴിച്ച് നോക്കാം. ഓയിൽ സീൽ മാറ്റേണ്ടതാണെങ്കിൽ ഓയിൽ സീൽ മാറ്റിയിടാം. ചില കേസിൽ ഇങ്ങനെ ലീക്കുള്ള കേസിൽ നമ്മൾ അഴിക്കുമ്പോഴായിരിക്കും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ചില കേസിൽ തന്നെയും ഈ ഫോർക്ക് പൈപ്പ് കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട്, ഈ സ്റ്റീൽ പൈപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് അഴിച്ച് കഴിഞ്ഞാൽ അത് മാറ്റിയിട്ടാണ് പുതിയത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമ്മളത് കംപ്ലയിൻറ്റ് ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ വേണം നമ്മൾ അഴിക്കാനായിട്ട്. അഴിച്ച് നോക്കിയിട്ട് കുഴപ്പമില്ലെങ്കിൽ ഓയിൽ സീൽ മാറ്റി നമുക്ക് അതേപോലെ റീസെറ്റ് ചെയ്യാം. ഇനി അതല്ല കംപ്ലയിൻറ്റ് ആണെങ്കിൽ നമ്മളത് മാറ്റാൻ കണക്കാക്കി തന്നെ വേണം അഴിക്കാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ സാധാരണ ചെയ്യുമ്പോൾ രണ്ടും ചെയ്യേണ്ടി വരും കേട്ടോ. ഫ്രണ്ടിലത്തെ റൈറ്റും ലെഫ്റ്റും അഴിച്ച് നമ്മൾ നോക്കണം. ഡാമേജ് ഉള്ളത്, പൈപ്പിന് ഡാമേജ് ഉണ്ടെങ്കിൽ ഡാമേജ് ഉള്ളത് മാറ്റിയാൽ മതി. പക്ഷേ ഓയിൽ സീൽ മാറ്റുമ്പോൾ രണ്ടിൻ്റെ ഓയിൽ സീൽ മാറ്റി ക്ലിയർ ചെയ്ത് പോകണം. അതല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ, ബാക്കിത്തെ ഭാഗം ഓയിലൊക്കെ മാറ്റി പുതിയ കണ്ടീഷനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഭാഗം ഓക്കെയാവും, അപ്പുറത്തെ സൈഡ് വീണ്ടും ലീക്ക് ആവാനായിട്ട് തുടങ്ങും. ചെയ്യുമ്പോൾ രണ്ടും കൂടി ചെയ്യണം. ഫോർക്ക് പൈപ്പിൻ്റെ കണ്ടീഷൻ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നോക്കിയിട്ട് എൻ്റെ അഴിച്ചിട്ട് എൻ്റെ കണ്ടീഷൻ പറയാതെ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. എന്തെങ്കിലും വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഞാൻ അപ്രോക്സിമേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്റ്റിമേറ്റ് ഞാൻ ഇടാം. എന്നിട്ട് നോക്കിയിട്ട് റിപ്ലൈ ചെയ്താൽ മതി. റിപ്ലൈ കിട്ടിയിട്ടാണ് എന്തെങ്കിലും നമ്മൾ ചെയ്യുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഈ ഫ്രണ്ടിലെ ബാറ്ററി വരുന്ന ഭാഗത്തും അത്യാവശ്യം നല്ല അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ബോഡി ഭാഗങ്ങളൊക്കെ അഴിച്ചിട്ട് തന്നെയാണ് കഴുകുള്ളൂ. അതേപോലെ തന്നെ സി ഡി യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നത്. അപ്പോൾ അതൊക്കെ കവർ ചെയ്ത് അതൊക്കെ അഴിച്ച് കറക്റ്റ് ഇൻസ്റ്റലേഷനൊക്കെ ചെയ്തിട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഗവും നമുക്ക് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ അഴിച്ച് കഴുകുക. അതല്ലെങ്കിൽ സാധാരണ ബോഡി വാഷായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പുറം മാത്രമാണ് കഴുകിയപ്പോഴുള്ളൂ. ഉള്ളിലത്തെ ചെടി കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ നിലനിൽക്കും. നോർമൽ സാധാരണ ചെയ്യാറ് ബോഡി വാഷിംഗ് ആയിട്ടാണ് ചെയ്തു പോകാറ്. ഇത് ഇത്രയും ചെളി ഉള്ളത് കൊണ്ടും ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടുമാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഫ്രണ്ടിലത്തെ ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, നല്ല ടയറാണ്, കുഴപ്പമൊന്നുമില്ല. ബാറ്ററി അതിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. 2023 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്ന ബാറ്ററി. ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 12.85 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് 8.35 വന്നിട്ടുണ്ട്.
അപ്പോൾ ഒരു അല്പം ആംബിയർ വ്യത്യാസം കാണിക്കുന്നുണ്ട്. അത്ര ശരിക്കും പറഞ്ഞാൽ 8.5 താഴേക്ക് വരുമ്പോൾ അത്ര ഗുണകരമല്ല. പക്ഷേ എന്നാൽ പോലും വേറെ കംപ്ലയിൻ്റ് ഒന്നും തൽക്കാലം കാണിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് നിലവിൽ പരമാവധി ഉപയോഗിക്കുക. എന്തെങ്കിലും കംപ്ലയിൻറ്റ് സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ ബാറ്ററി ഡേയ്സ് നമുക്ക് നോക്കേണ്ടതായിട്ട് വരും. കീയുടെ ലൂസ് കോൺടാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇഗ്നീഷൻ സ്വിച്ചുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഈ ഇരിക്കുന്ന സ്വിച്ചാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ അത് നമുക്ക് സെറ്റപ്പാടിയാണ് മാറ്റാൻ പറ്റുള്ളൂ. അതായത് സീറ്റ് തുറക്കുന്ന ആ ലോക്ക് അടക്കമാണ് അതിൻ്റെ വര. അപ്പോൾ ഞാനത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നോക്കിയിട്ട് പറഞ്ഞാൽ മതി. റിപ്ലൈ കിട്ടി പെർമിഷൻ ആയാൽ മാത്രമാണ് നമ്മളത് ചെയ്യുള്ളൂ. കാണുന്ന കംപ്ലയിൻറ്റുകൾ നമ്മൾ ശ്രദ്ധപ്പെടുത്തണമെന്നുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ് ഒക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. പുതിയ പ്ലഗ്ഗാണ്, എയർ ഫിൽറ്റർ മാറ്റിയപ്പോൾ കൂട്ടത്തിലിട്ടാണ് പുതിയ പ്ലഗ്ഗാണ്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ആയാലും പുതിയ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. എഞ്ചിൻ ഓയിൽ കൂട്ടത്തേക്ക് നമ്മൾ മാറ്റി വിടുന്നുണ്ട്. ഓയിൽ മാറുന്ന ടൈമാണ്, അതും കൂടി കൂട്ടത്തേക്കൂടെ നമ്മൾ ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റാണ് ഞാൻ പ്രിപ്പയർ ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ സഹിതം വാട്സാപ്പിനകത്തേക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ വീഡിയോ കാണാം, എസ്റ്റിമേറ്റും കൂടി കമ്പയർ ചെയ്ത് നോക്കാം. ആ എമൗണ്ട് കൊണ്ട് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ ചെയ്ത് എല്ലാം തന്നെ ചെയ്യേണ്ട ഭാഗം തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് കൂട്ടത്തിൽ കൂടെ ചെയ്തു പോകണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ.